ഈ കേസ് അന്വേഷിക്കാൻ നീ തന്നെ വേണമെന്ന് മുഖ്യമന്ത്രിക്ക് ഒരേ നിർബന്ധം. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, നിന്റെ ഈ കയ്യിരിപ്പും വെച്ചോണ്ട് നീ എങ്ങനെ ഇത്ര പെട്ടെന്ന് ജനസമ്മതനായത്? അതെന്താ സാർ? പറയസേ, ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പോലും ഏത് കേസ് അന്വേഷിക്കാനും നീ മതിയെന്നാ പറയുന്നത്. ചില പാർട്ടിക്കാർക്ക് ഇത്ര മുറുമുറുപ്പില്ലാതില്ല. എന്നാലും വർഗീസാണ് IPS പകരം വെക്കാൻ മറ്റൊരു പേര് കണ്ടെത്താൻ അവർക്കും കഴിയുന്നില്ല. നമ്മുടെ മുഖ്യം പിന്നൊന്നും ആലോചിക്കാൻ നിന്നില്ല. കേസ് നിനക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറഞ്ഞു. എങ്കിൽ ഈ കേസിൽ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തരണം. ചില രാഷ്ട്രീയ ഇടപെടലുകളോ മറ്റു സമ്മർദ്ദങ്ങളൊന്നും ഉണ്ടാവില്ലെന്നൊരു ഉറപ്പും. ഓഫ് കോഴ്സ്. ആ മലപ്പുറത്തെ ബീരാ സാഹിബിന്റെ കാര്യമല്ലേ നീ ഉദ്ദേശിച്ചത്? തടിമിലിട്ട് മോനെ തല്ലിയ ഗുണ്ടയെ പറ്റി പരാതി പറയാൻ അയാൾ മോനും വന്ന് എത്തിയതോ നിന്റെ കയ്യിൽ തന്നെ. ഏതായാലും നീ കാണിച്ചു നിൽപ്പം കടന്ന കൈയായിപ്പോയി. ഏടാ ചില്ലറ പ്രഷറൊന്നുമല്ല അയാൾ ആഭ്യന്തരത്തിൽ ചെലുത്തിയത്. ഒടുവിൽ നിനക്ക് ക്രൈംബ്രാഞ്ചിലേക്കുള്ള ട്രാൻസ്ഫർ ഒപ്പിച്ചിട്ടാണ് അയാളൊന്ന് അടങ്ങിയത്. എന്തായാലും ഈ കേസിൽ നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നിന്റെ ഇടി ഇത്തിരി കുറയ്ക്കണം. സംശയം തോന്നുന്ന ആരെയും ചോദ്യം ചെയ്യാം. നോ പ്രഷർ, നോ ടെൻഷൻ. എന്താ പോരെ? പിന്നെ വർഗീസേ, നിന്നെ അസിസ്റ്റ് ചെയ്യാൻ ഒരു ടീമിനെ തന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അയ്യോ, അത് വേണ്ട സാർ. ഇപ്പൊ തന്നെ അയ്യര് സാറും ചില ടീമുകൾ അന്വേഷണം കഴിഞ്ഞ് പോയുള്ളൂ. അത് ചിലവർക്ക് ഇഷ്ടാവില്ല. പിന്നെ നീ ഒറ്റയ്ക്ക്? എങ്കിലും റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ നോർത്ത് സ്റ്റേഷനിലെ SI സുന്ദരത്തിന് എനിക്ക് വിട്ടുതന്നാ മതി. SI സുന്ദരവോ? ബെസ്റ്റ് സെലക്ഷൻ. എടാ, 15 കൈക്കൂലി കേസാ കംപ്ലൈന്റ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അയാളെ ഇനി എവിടേക്ക് സ്ഥലം മാറ്റുന്നുള്ള ചിന്താക്കുഴപ്പത്തിലായിരുന്നു ഞാൻ. പക്ഷെ മിടുക്കനാണ് കേട്ടോ, കൈക്കൂലി കൈകൊണ്ട് വാങ്ങത്തില്ല. എന്തായാലും ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിക്കോട്ടെ നിന്റെ കൂടെയുള്ള ഈ പുറത്ത്. നിങ്ങൾ വലിയ മറ്റേടത്തെ IG ആയിരിക്കും, പക്ഷെ ഒരുമാതിരി കോപ്പിലെ ഇടപാടിനോട് കാണിക്കരുത്. അമ്മായിപ്പനാണെന്ന് ഞാൻ നോക്കത്തില്ല. കൃഷ്ണകുമാറിന്റെയും രാഘവ മേനോന്റെയും കൊലക്കേസ് DYSP പ്രകാശ് മേനോന്റെ അന്വേഷണം തൃപ്തികരമല്ലാത്തതിനാൽ ക്രൈംബ്രാഞ്ചിലെ ഏതോ അരവട്ടനെ ഏൽപ്പിച്ചു എന്ന് എന്റെ ജൂനിയർ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരിച്ചപ്പോ നാണം കൊണ്ട് എന്റെ തൊലിയുരിഞ്ഞു പോയി. പല രൂപത്തിലും ഭാവത്തിലും പേരിലും വേഷത്തിലും ഒക്കെ ആൾമാറാട്ടം നടത്തി കേസുകൾ തെളിയിക്കുന്ന വിദഗ്ധനെന്നൊക്കെ സ്വയം പുകഴ്ത്തി കള്ളക്കഥകൾ ഉണ്ടാക്കുന്ന ആ രാവണ വർഗീസ് എന്ന എംബോക്കിയെ മരുമകനിരുന്ന സ്ഥാനത്ത് പ്രദർശിച്ചപ്പോ രാമമേനോന് സമാധാനമായെങ്കിലേ തെറ്റി. വായടപ്പിക്കാനും സ്ഥലം മാറ്റി പണിഷ്മെന്റ് തരാനും ഒക്കെ നിന്നാലേ ആറ്റുനോറ്റുണ്ടായ മകളങ്ങ് കുടുംബത്ത് വന്ന് കെട്ടിയാനില്ല നിൽക്കും. കാണണോ? പ്രകാശ്, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. പിന്നെ അധികാരത്തിന്റെ ഹുങ്കിൽ എന്നോട് സംസാരിച്ചാലുണ്ടല്ലോ, അറിയാമല്ലോ, ഇനി ഞങ്ങളുടെ കുടുംബക്കാരിയാണ്. സോറി സാർ, അമ്മായിച്ചിന് മരുമോനൊക്കെ കുടുംബത്ത് മതി. ഇത് ഒഫീഷ്യൽ മീറ്റിംഗാ. അത് തീരുമാനിക്കാൻ നീ ആരാ? നീ നേരത്തെ പറഞ്ഞില്ലേ രൂപവും വേഷവും മാറി കള്ളക്കഥകൾ പറഞ്ഞടക്കുന്ന ഒരു അരവട്ട നമ്പോക്കിയെ കുറിച്ച്? ആ രാവണൻ ഞാൻ തന്നെയാ, വർഗീസ് ആന്റണി IPS. വർഗീസ് പ്ലീസ്. വേണ്ട സാറേ, മരുമോനെ ഞാൻ മെരുക്കിക്കോളാം. രാജ്യം ഭരിക്കുന്ന മന്ത്രിസഭയിൽ ഒരു അംഗമായിട്ട് സംസ്ഥാനത്തിന്റെ കുടിവെള്ളം വൈദ്യുതിയും സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് മറച്ചുവെച്ച് ആ പണം ആരും അറിയാതെ സ്വന്തം കീശയിൽ വാങ്ങിവെച്ച് സമൂഹത്തിന്റെ മുമ്പിൽ ചെരുപ്പ് പോലും ധരിക്കാതെ ആദർശധീരനായിട്ട് ചമഞ്ഞു നടക്കുന്ന നിന്റെ അച്ഛന്റെ ബലം കണ്ടിട്ടാണ് ഈ കളിയെങ്കിൽ ആ കളിയങ്ങ് മാറ്റിവെച്ചാരെ. അല്ലെങ്കിൽ അഴിമതി കേസിലെ സ്വന്തം അച്ഛനെ ഈ പൊന്നുമോൻ തന്നെ വിലങ്ങ് വെക്കേണ്ടി വരും. പിന്നെ ഈ കെട്ടിയ പെണ്ണിനെ വീട്ടിൽ കൊണ്ടാക്കുന്നുള്ള ഭീഷണി നിന്നെ പോലെ ഈ പദവിയിലിരിക്കുന്ന ആളുകൾക്ക് ചേർന്നതല്ല. നിന്റെ മൂക്കിന് താഴെയുള്ള മീശ മൂക്കൊലിപ്പ് തടയാനുള്ളതല്ല. ആണായിട്ട് ജീവിക്കാൻ പഠിക്കും. പ്രായവും പദവിയും നോക്കി പെരുമാറാൻ പഠിക്കണം. അതായിരിക്കും ഒരു പോലീസുകാരന്റെ പാരമ്പര്യം. പിന്നെ വന്നവനെ വന്നതുപോലെ തിരിച്ചുവിടാനുള്ള വ്യാമോഹം വേണ്ട. കാരണം ഈ രാവണനെ പ്രസവിച്ച ഉടനെ ലങ്കയെന്ന് കേരളത്തിലേക്ക് കൊറിയർ അയച്ചോന്നല്ല. ഞാൻ ഇവിടെ ഈ മണ്ണിൽ ജനിച്ച് ഉപ്പും ചോറും നിന്ന് വളർന്നവനാ. ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും. നീ ഉണ്ടാവണം കേട്ടോ. സോറി സാർ. സർ, കേസിന്റെ ഇതുവരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. മിസ്റ്റർ ശ്രീകുമാർ, കേസ് അന്വേഷണത്തിൽ DYSP പ്രകാശ് മേനോന്റെ സഹായിയായിരുന്നല്ലേ? യെസ് സർ. രക്ഷപ്പെട്ട ആ പിള്ളേരെ കുറിച്ച് കോളേജിൽ എന്തായിരുന്നു അഭിപ്രായം? ശരിക്കും പറഞ്ഞാൽ നല്ല ക്ലീൻ ഇമേജ് ഉള്ള ഒരു അടിപൊളി സംഘം. അവരെ കുറിച്ച് ഒരാൾക്ക് പോലും മോശമായ അഭിപ്രായമില്ലായിരുന്നു. കോളേജിലും വീട്ടിലും നാട്ടിലും എന്തിനേറെ ജയിലിൽ പോലും ആ 3 പേരെ കുറിച്ച് നല്ല മതിപ്പായിരുന്നു. കേസിന്റെ ആവശ്യങ്ങൾക്കായി കൊണ്ടുപോകുമ്പോഴും പലപ്പോഴും അവർ വിലങ്ങ് പോലും വെക്കാറില്ല. കാരണം ആരെങ്കിലും കൊല്ലാനോ പോലീസിന്റെ കണ്ണുപിടിച്ച് രക്ഷപ്പെടാനോ ത്രിമൂർത്തികൾക്ക് കഴിയില്ലെന്ന് തന്നെയായിരുന്നു ഡിപ്പാർട്ട്മെന്റ് വിശ്വാസം. ത്രിമൂർത്തികൾ? അവർക്ക് എങ്ങനെ ഈ ത്രിമൂർത്തികൾ എന്ന് പേര് വന്നേ? കോളേജിലെ സുഹൃത്തുക്കൾ തന്നെ അവർക്ക് നൽകിയ ഓമന പേരായിരുന്നു അത്. ആ 3 പേരെ ഒരിക്കലും ഒറ്റ ദിനം ആരും കണ്ടിട്ടില്ല. അത്രയ്ക്ക് ആത്മബന്ധമായിരുന്നു അവർ തമ്മിൽ. ഒരിക്കൽ സ്വന്തമായി പാട്ടെഴുതി സംഗീതം നൽകി അവതരിപ്പിച്ചതോടെ അവർ കോളേജിന്റെ തന്നെ ഹരമായി മാറി.
എന്താ സണ്ണി ഇത്? കൊച്ചു പിള്ളേരെ പോലെ. ദേ, നീ ആ വിനുവിനെയും രാജുവിനെ നോക്കി. ഞങ്ങളുടെ ഫീസ് അടച്ച് പഠിപ്പിക്കുന്നതിന് പുറമേ ഛേ, ഇതെന്താ സണ്ണി? നിങ്ങൾ എന്താ എനിക്ക് അന്യരാണോ? ആ, അതൊക്കെ പോട്ടെ. ഇത്തവണത്തെ ഇന്റർസോൺ കലോത്സവത്തിൽ ഈ കോളേജിന്റെ മുഴുവൻ പ്രതീക്ഷയും നിങ്ങൾ 3 പേരില്ല. അറിയാം. വി ആർ ട്രൈങ് അവർ ലെവൽ ബെസ്റ്റ്. അത് പോരാ. ഐ വാണ്ട് യു ടു ബി ദ വിന്നേഴ്സ്. ഒരു കോംപ്രമൈസിന് ഞാനില്ല. ഈ രാധികയുടെ ഒറ്റ ഉറപ്പില്ല ഞാൻ കുറെ VIPസിനെ ഇൻവൈറ്റ് ചെയ്തത്. നമ്മുടെ കുട്ടികൾ ജയിക്കണത് 4 ആൾ അറിയട്ടെ എന്ന് കരുതിയ. പിന്നെ ഞാൻ വിളിച്ചത് നിങ്ങൾക്കൊരു സർപ്രൈസ് ന്യൂസ് തരാൻ വേണ്ടിട്ടാ. ടെൻഷൻ അടിക്കണ്ട. പെർഫോമൻസ് കാണാൻ വരുന്ന VIPസിൽ ഒരു ഇന്റർനാഷണൽ ഓഡിയോ കാസറ്റ് കമ്പനി ചെയർമാനും കൂടി ഉണ്ട്. നിങ്ങളുടെ പ്രോഗ്രാമിന്റെ CD അയച്ചു കൊടുത്തപ്പോ അവര് നല്ല റെസ്പോൺസാ കാണിച്ചത്. സോ അവര് വരുന്നു എന്റെ കുട്ടികളെ കാണാൻ. താങ്ക് ഗോഡ്. താങ്ക് യു മാഡം. താങ്ക്സ് എനിക്കല്ല, നിങ്ങളുടെ ഈ മിസ്സിനാണ് പറയേണ്ടത്. രാധികയാണ് നിങ്ങളുടെ CD ആ കമ്പനിക്ക് അയച്ചു കൊടുത്തതും അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും. ദേ, പിന്നെ പാട്ടും കൂത്തും ഒക്കെ കൊള്ളാം. അതിനൊപ്പം പഠിക്കുകയും വേണം. ഇല്ലേ 3നെ ഞാൻ ശരിയാക്കി കളയും. ആ കാര്യത്തിൽ ഞാൻ ഉറപ്പു തരാം മാഡം. ഈ വർഷം കോളേജിൽ 3 റാങ്ക് കൂടി ഇവര് കൊണ്ടുവരും. ഗെറ്റ് റെഡി ഫോർ എ ചാലഞ്ച്. ഇത് മാധവിന് വേണ്ടി, എനിക്ക് വേണ്ടിയല്ലടാ, നമ്മുടെ കോളേജിന് വേണ്ടി, നമ്മുടെ കോളേജിന്റെ അഭിമാനമായ ത്രിമൂർത്തികൾക്ക് വേണ്ടി. അവരെ ഇങ്ങനെ വളർത്തി വലുതാക്കിയാൽ ഒടുവിൽ നമുക്കത് പാരയായി തീരും. അത് വിട്, അവരാണ് കോളേജിന്റെ പുതിയ ഹരം. അതറിയാം. ആ ഒരു കളിക്കട്ടടാ. എത്രത്തോളം കളിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ചരടിപ്പോഴും ഈ മാധവന്റെ കയ്യിൽ തന്നെയാ. സമയമാവുമ്പോ ആ ചരട് ഞാനിങ്ങ് വലിക്കും. അപ്പം കളി നിൽക്കും. ആ 1 2 3 4. അല്ലേ ചതിച്ചു. നമ്മുടെ പ്രോഗ്രാം മാറ്റിവെച്ചു. എന്താ കാര്യം? അതറിയില്ല. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെ മ്യൂസിക്കൽ പ്രോഗ്രാംസ് മാറ്റിവെച്ചു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. വാ, നമുക്ക് സെക്രട്ടറി കണ്ട് എന്താ കാര്യം അന്വേഷിക്കാം. ഈ പാതിരാത്രി വരെ ഉറക്കം വെച്ച് നിന്നിട്ട് യാതൊരു കാരണമില്ലാത്ത പ്രോഗ്രാം മാറ്റിവെക്കാന്ന് പറഞ്ഞാൽ തനി തെണ്ടിത്തരമല്ലേ? വാടാ, നമുക്ക് പോയി ചോദിക്കാം. വാ, നടക്ക്. എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ വളഞ്ഞു വെച്ചിട്ട് എന്താ പ്രയോജനം? എനിക്ക് പോയിട്ട് വേറെ കാര്യങ്ങളുണ്ട്. ഞങ്ങളെ പ്രോഗ്രാം മാറ്റിവെച്ചിട്ട് അങ്ങനെ കാര്യങ്ങൾ നടത്തണ്ട. എന്താ പ്രോഗ്രാം മാറ്റിവെക്കാനുള്ള കാരണം? അത് അറിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ വിടൂ. കാരണം ഇത്രേ ഉള്ളൂ. മുൻ മന്ത്രി കൃഷ്ണകുമാർ കലോത്സവ വേദി സന്ദർശിക്കാൻ എത്തുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മകളുടെ പ്രോഗ്രാം നടത്തണമെന്നാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശം. അതനുസരിച്ചാണ് പ്രോഗ്രാമിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവുന്നത്? എല്ലാ കാര്യങ്ങളും മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചാണ് നടക്കുന്നത് ഇവിടെ. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. സോറി. അല്ല, നമസ്കാരം. വെൽക്കം സർ. ദേ, വന്ദനയുടെ അച്ഛൻ വന്നു. ജഡ്ജസിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് മോഹിനിയാട്ട മത്സരം ഉടൻ തന്നെ സ്റ്റേജ് നമ്പർ 3 ആരംഭിക്കുന്നതാണ്. പേടിക്കണ്ട, നന്നായി വരും. എല്ലാം റെഡിയല്ലേ? റെഡിയാണ് സർ. എങ്കിൽ ഞാനങ്ങോട്ട് നീങ്ങാം. മാമാങ്കം പലകുറി കൊണ്ടാടി നിലയുടെ തീരങ്ങൾ ആവായി. നിങ്ങളെ പ്രോഗ്രാം മാറ്റിവെച്ചിട്ട് ഒരു നായിന്റെ മോളുടെ ഡാൻസും കൂത്തും ഇവിടെ നടക്കാൻ പോണില്ല. അങ്ങനെ സംഭവിച്ച കോളേജ് ചെയർമാനായ എനിക്കാ അതിന്റെ നാണക്കേട്. ആ, എന്തിനും ഏതിനും ഇവരൊക്കെ കൂടെ ഉണ്ട്. വേണ്ട മാധവ, പ്രശ്നങ്ങളൊന്നും വേണ്ട. ഇതിപ്പോ നിങ്ങളുടെ പ്രശ്നം മാത്രമല്ല, എന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നം കൂടിയാ. നിങ്ങൾ എന്റെ കൂടെ നിന്നാ മാത്രം മതി. ബാക്കിയെല്ലാം ഞാൻ മാനേജ് ചെയ്തോളാം. മാധവ, എന്തായാലും ഇന്ന് അല്ലെങ്കിൽ നാളെ പ്രോഗ്രാം ചെയ്യാലോ. നമ്മളായിട്ട് ഇന്നൊരു പ്രശ്നം ഉണ്ടാക്കി അത് നാളെ നമ്മളെ തന്നെ ബാധിക്കില്ലേ? നിങ്ങളുടെ പ്രോഗ്രാം നടക്കേണ്ട സമയത്ത് ആ ചെറ്റ കൃഷ്ണകുമാറിന്റെ മോളുടെ ഡാൻസ് നടന്ന അതിന്റെ ക്ഷീണം എനിക്ക് മാത്രമല്ല, എന്റെ അച്ഛൻ PK സുകുമാരനും കൂടിയാ. തോൽവി എന്തെന്നാ കൃഷ്ണകുമാർ കൂടി അറിയട്ടെ. എന്താ, നിങ്ങൾ എന്റെ കൂടെ വരുന്നോ അതോ ഞാൻ നിങ്ങളെ കൊണ്ടുപോകണോ? അല്ല, അത് വള ശരി. എന്താ എല്ലാരും കൂടി? വിനോദേ, ചോദിക്കണ. സാർ, ഇത് തീരെ ശരിയായില്ല. ചോദിക്കാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സ്വന്തം മകളും ഞങ്ങളും ഒക്കെ സാറിന് ഒരുപോലെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. പറഞ്ഞു കൊടുക്കണം അങ്ങോട്ട്. ഞങ്ങളുടെ വേദന സാറ് മനസ്സിലാക്കി. സാർ